നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായില്ല. നേതാക്കൾ വീണ്ടും ചർച്ച നടത്തട്ടെ എന്ന നിർദ്ദേശം. നാളെ രാവിലെ സ്ക്രീനിംഗ് കമ്മിറ്റി. പോർമുഖത്തു നിന്ന് മടങ്ങാതെ ഉമ്മൻചാണ്ടിയും VM സുധീരനും. പത്തനംതിട്ടയിൽ അടൂർ പ്രകാശ് അനുകൂലികൾക്കെതിരെ നടപടിക്ക് ശുപാർശ. കാട്ടുകള്ളനെന്ന് വിളിച്ചവർ സത്യം തിരിച്ചറിയുമെന്ന് അടൂർ പ്രകാശ്. UDFിനോട് ഇടഞ്ഞ് ജോണി നെല്ലൂർ. ഒപ്പം നിന്നു വഞ്ചിച്ചുവെന്ന് പരിദേവനം. അങ്കമാലിയിലും മൂവാറ്റുപുഴയിലും സൗഹൃദ മത്സരം വേണമെന്ന് ജേക്കബ് ഗ്രൂപ്പിൽ ആവശ്യം. പുനലൂരും നാട്ടികയും ഏറ്റെടുക്കണമെന്ന ആവശ്യം JDU തള്ളി. വടകര അങ്കമാലി സീറ്റുകളെ ചൊല്ലി JDSൽ തർക്കം. ഭൂമിദാന കേസിൽ അടൂർ പ്രകാശിന് കനത്ത തിരിച്ചടി. വിജിലൻസിന്റെ ദ്രുത പരിശോധനയ്ക്ക് സ്റ്റേ ഇല്ല. നിഷ്പക്ഷ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്ന് ഹൈക്കോടതി. നിരപരാധിയെന്ന് അടൂർ പ്രകാശ്. മഹാരാഷ്ട്രയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവ്. സ്ത്രീ പ്രവേശം അനുവദിക്കുന്ന നിയമം നടപ്പാക്കാൻ സർക്കാരിന് നിർദ്ദേശം. സ്വാഗതം ചെയ്ത് മഹാരാഷ്ട്ര സർക്കാർ. കൊൽക്കത്ത ഫ്ലൈ ഓവർ ദുരന്തത്തിൽ നിർമ്മാണ കമ്പനിയിലെ 7 പേർ അറസ്റ്റിൽ. കരിമ്പട്ടികയിലെ കമ്പനിക്ക് കരാർ കൊടുത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP. മരിച്ചവരുടെ എണ്ണം 28 ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും ദില്ലിയിൽ തുടരുകയാണ്. ഈ ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ചർച്ചയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ B ബാലഗോപാൽ ചേരുന്നു. ബാലു, ഏറ്റവും ഒടുവിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ചില മണ്ഡലങ്ങളിലെങ്കിലും ധാരണയായിട്ടുണ്ട്, ചില പേരുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ മറ്റു ചില തർക്കമുള്ള മണ്ഡലങ്ങളിൽ നിലപാടിൽ മാറ്റമില്ലാതെ ഉമ്മൻചാണ്ടിയും VM സുധീരനും തുടരുകയുമാണ്. ഏറ്റവും ഒടുവിലത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വിജയ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഏതാണ്ട് 7 മണ്ഡലങ്ങളിൽ മാത്രമാണ് തർക്കം ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് പ്രാഥമികമായ ചില ധാരണകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതായത് ചില അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളുടെ പേരും അവസാന നിമിഷം ഈ പട്ടികയിലേക്ക് കടന്നു വന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി നിശ്ചയിച്ചതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി, അതായത് എറണാകുളത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായി എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കടന്നു വന്നിരിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ ചേർത്തലയിൽ നേരത്തെ CR ജയപ്രകാശിന്റെ പേരായിരുന്നു സ്ക്രീനിംഗ് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ പേര് മാറ്റി ഇപ്പോൾ AK ആന്റണി നിർദ്ദേശിച്ചിരിക്കുന്ന NSUവിന്റെ മുൻ ദേശീയ ഭാരവാഹി കൂടിയായ ശരത്തിന്റെ പേര് കടന്നു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ചേർത്തലയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന CR ജയപ്രകാശിനെ അരൂരിലേക്ക് സ്ഥാനാർത്ഥികളായി മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലും ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കുന്നമംഗലത്ത് KC അബു, DCC പ്രസിഡന്റ് KC അബുവിന്റെ പേരായിരുന്നു നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ T സിദ്ദിഖിന്റെ പേര് കടന്നു വന്നിരിക്കുകയാണ്. KC അബുവിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടിയായിരുന്നു കോഴിക്കോട് മറ്റൊരു തർക്കമണ്ഡലമായി നിലനിന്നിരുന്നത്. ഇവിടെ KP അനിൽകുമാറിന്റെ പേര് കഴിഞ്ഞ തവണ മത്സരിച്ചത് KP അനിൽകുമാറിന് വേണ്ടി VM സുധീരനും അതുപോലെ തന്നെ N സുബ്രഹ്മണ്യന് വേണ്ടി KPCC ജനറൽ സെക്രട്ടറി കൂടിയായ N സുബ്രഹ്മണ്യന് വേണ്ടി രമേശ് ചെന്നിത്തലയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇവിടെ ഏറ്റവും ഒടുവിൽ നറുക്ക് വീണിരിക്കുന്നത് N സുബ്രഹ്മണ്യനാണ്. പൊന്നാനിയിൽ TT അജയ്മോഹന്റെ പേരാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബേപ്പൂരിൽ ആദം മുൽസി, കോഴിക്കോട് നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ചത് ആദം മുൽസിക്ക് തന്നെയാണ് ഇത്തവണയും ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ വേണ്ടി നറുക്ക് വീണിരിക്കുന്നത്. തൃശൂരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ പേരിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലമ്പൂരായിരുന്നു മറ്റൊരു തർക്ക വിഷയമായി നിലനിന്നിരുന്നത്. ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്നില്ല. അദ്ദേഹം തന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ VM സുധീരൻ ഈ മണ്ഡലത്തിലേക്ക് KPCC ഭാരവാഹി കൂടിയായ BV
വി പ്രകാശിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. ഇവിടെയും DM സുധീരൻ നിർദ്ദേശിച്ചിരുന്ന VV പ്രകാശിന് പകരം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നെമ്മാറ മണ്ഡലത്തിൽ AV ഗോപിനാഥിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കയ്പമംഗലത്ത്, അതായത് നേരത്തെ സ്ഥാനാർത്ഥിയാകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന കയ്പമംഗലം മണ്ഡലത്തിൽ ഇപ്പോൾ TN പ്രതാപിന്റെ പേര് കടന്നു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം. കാരണം താൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നായിരുന്നു TN പ്രതാപൻ പറഞ്ഞിരുന്നത്. പക്ഷേ കയ്പമംഗലത്തിൽ TM പ്രതാപിന്റെ പേരിനാണ് മുൻതൂക്കം. ഏതാണ്ട് ഇക്കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇക്കാര്യം നാളെ രാവിലെ ഇരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. പൊന്നാനിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PT അജയമോഹന്റെ പേരാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ, അതായത് ചില അവസാന നിമിഷത്ത് ചില പുതിയ പേരുകൾ വന്നു എന്നതാണ് വളരെ സുപ്രധാനമായ കാര്യം. രാഹുൽ ഗാന്ധിയുടെ പേര്, അതുപോലെ തന്നെ AK ആന്റണി നിർദ്ദേശിച്ചവരെയൊക്കെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം 7 മണ്ഡലങ്ങളിലാണ് നിലവിൽ തർക്കം ശക്തമായി തന്നെ നിലനിൽക്കുന്നത്. ഇതിൽ ഒരു കീറാമുട്ടി പോലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്ന മണ്ഡലം കോന്നിയാണ്. കോന്നിയിൽ അടൂർ പ്രകാശിന് വേണ്ടി ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ P മോഹൻരാജിന് വേണ്ടി VM സുധീരനും നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. K ബാബുവിന്റെയും അതുപോലെ ബെന്നി ബെഹനാന്റെ കാര്യത്തിലും അവരുടെ മണ്ഡലങ്ങളിലും തീരുമാനമായിട്ടില്ല. ഒല്ലൂരിൽ വിൻസെന്റിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒല്ലൂര് വരുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം വിശദാംശങ്ങളാണ് ഇപ്പോൾ ഈ ഏറ്റവും അവസാനം ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഏതായാലും നാളെ രാവിലെ 9:30 വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. ഇതിൽ അന്തിമ തീരുമാനമാകുന്നതായിരിക്കും. തുടർന്ന് വൈകിട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകിയതിനു ശേഷം നാളെ വൈകിട്ട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതായിരിക്കും. വിജയ്. ബാലു, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന സമയത്ത് ബാലുവിലേക്ക് വീണ്ടും വരാം. ഈ വിഷയത്തിൽ ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകരായ AS സജീവൻ, ചെറുകര സണ്ണി ലൂക്കോസ്, അതുപോലെ പത്തനംതിട്ട DCC സെക്രട്ടറി ഭാനുദേവൻ, ഒപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ, KPCC മീഡിയ സെൽ അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. നമ്മൾ കോൺഗ്രസ് നേതാക്കളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ AS സജീവൻ, കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് തിങ്കളാഴ്ചയാണ് ഇവിടെ ഒന്നും KPCC അധ്യക്ഷൻ VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മറ്റു കോൺഗ്രസ് നേതാക്കളും ദില്ലിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ 5 ദിവസമാകുന്നു. ഇന്നും ചർച്ചകൾ തുടരുകയാണ്, നിലയ്ക്കാത്ത ചർച്ചകളാണ്. ഇപ്പോൾ നാളെ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് സമിതിയിലും തീരുമാനമായില്ല. തർക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ അതിൻ്റെ ചുമതല സോണിയാഗാന്ധിക്ക് വിട്ടിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഒരുപക്ഷെ കോൺഗ്രസിൽ ഇത്തരം ചർച്ചകൾ പതിവുള്ളതാണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ചില മാനങ്ങൾ ഇത്തവണത്തെ ചർച്ചയ്ക്കുണ്ട്. കാരണം അതിൽ സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന ചില വാദഗതികളാണ് അതിനെ ശ്രദ്ധേയമാക്കുന്നത്. എന്താണ് താങ്കൾ കരുതുന്നത്? കോൺഗ്രസിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇല്ല, കോൺഗ്രസ്സിൽ പലപ്പോഴും സീറ്റ് തർക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ടുള്ള കാര്യം സത്യമാണ്. അത് പലപ്പോഴും ഉണ്ടാകാറുള്ള ഏത് ഗ്രൂപ്പിന് കൂടുതൽ സീറ്റ് വേണം, ഏത് ഗ്രൂപ്പിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ മത്സരിക്കണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. പക്ഷേ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില പ്രശ്നങ്ങളിൽ, ഒന്നാമത് യുവാക്കൾ മത്സരിക്കണം, കളങ്കിതരായിട്ട് ആളുകൾ മത്സരിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണം, ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധി നേരത്തെ വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനം അത് ഏറ്റുപിടിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോഴത്തെ ഈ തർക്കം കുറെ കൂടി ഗുരുതരമാണ് എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. അത് പലപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. കാരണം ഇപ്പോഴും തീരാത്ത 7 സീറ്റുകളുടെ പ്രശ്നമുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഡൽഹിയിൽ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ അത് സൂചിപ്പിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, TN പ്രതാപൻ മത്സരിക്കുന്നില്ല, 3 തവണ മാത്രം മത്സരിച്ച് താൻ ഇനി 4ാമത്തെ തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ TN പ്രതാപന്റെ പേര് ആരും ഉൾപ്പെടുത്തിയിരുന്നില്ല. KPCC പ്രസിഡന്റ് പോലും TN പ്രതാപൻ തൽക്കാലം മത്സരിക്കുന്നില്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് TN പ്രതാപനെ നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം TN പ്രതാപൻ മത്സരിക്കണം. അതേപോലൊന്നുള്ളതാണ് ഈ നിലമ്പൂരിലെ കാര്യം. നിലമ്പൂരിൽ A ഗ്രൂപ്പിൽപ്പെട്ട ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് VV പ്രകാശ്. ആര്യാടനും പ്രകാശും ഒരേ ഗ്രൂപ്പിന്റെ ആളുകളാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും കുറെ കാലമായി തന്നെ
ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിലൊരു തർക്കം ഉണ്ടായിരുന്നു. വി പ്രകാശിന് ഏറ്റവും താല്പര്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയില്ല, വേറെ സ്ഥലത്തേക്ക് പോവേണ്ടി വന്നു. ഇത്തവണയും വി വി പ്രകാശാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ആര്യാടന് താല്പര്യം ഉണ്ടാവില്ല. ആര്യാടന് താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ജയിക്കില്ല. അപ്പം വി വി പ്രകാശ് നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷേ അവിടെ ജയസാധ്യത നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ രാഹുൽ ഗാന്ധി അല്ല അദ്ദേഹത്തിന് ഉപദേശം നൽകിയിട്ടുള്ള AK ആന്റണിയെ പോലുള്ള ആളുകൾ ആരോ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, ഇവിടെ ജയിക്കണമെങ്കിൽ അവിടെ ആര്യാടന് താല്പര്യമുള്ള ആൾ വേണം. ആര്യാടൻ്റെ മകൻ ഷൗക്കത്തിനെ അവിടെ നിർത്തിയിരിക്കുന്നു. കുന്നമംഗലത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. കുന്നമംഗലത്ത് നമുക്കറിയാം KC ആബു നല്ല പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവാണ്, ഒക്കെയാണ്. പക്ഷേ മാസ് അപ്പീലുള്ളത് സിദ്ദിഖിനാണ്. അത് എനിക്ക് തോന്നുന്നു സിദ്ദിഖിനെ നിർത്തിയിട്ടുള്ളത് ഈ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ആൾ എന്ന നിലയ്ക്കൊന്നുമല്ല. ഉമ്മൻചാണ്ടിയോട് ഏറ്റവും അടുപ്പമുള്ള ആൾ തന്നെയാണ് KC ആബു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണ് KC ആബു. ഒരേ ഗ്രൂപ്പുകാരാണ്. പക്ഷേ അവിടെ സിദ്ദിഖ് കുറെ കൂടി യൂത്താണ്, ഡൈനമിക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് രാഹുൽ ഗാന്ധി ഈ പരിഗണന കൊടുക്കുന്നു. ഇവിടെയുള്ള നേതാക്കന്മാർക്കാണ്, ഇവിടെയുള്ള 2 ഗ്രൂപ്പിൻ്റെയും അല്ല 3 ഗ്രൂപ്പിൻ്റെയും നേതാക്കന്മാർക്ക് മാത്രമാണ് ഏത് ഗ്രൂപ്പിന് ആൾ വരണം, എങ്ങനെയുള്ള ആളുകൾ വരണം, തനിക്ക് പ്രിയപ്പെട്ട ആളുകൾ വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ജയസാധ്യത നോക്കിയിട്ട് ആണ് ഇപ്പോൾ വരുത്തിയുള്ള ഈ മാറ്റങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഉള്ള നിലവിലുള്ള പ്രശ്നങ്ങളുള്ള 7 മണ്ഡലങ്ങളിലും ഇവിടെയുള്ള ഗ്രൂപ്പ് നേതാക്കന്മാരുടെ താല്പര്യം നോക്കാതെ തന്നെ രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുക്കും. അതുവരെ ഇങ്ങനെ തട്ടിക്കളിക്കുന്ന ഒരവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ നല്ല കാര്യവുമാണ്. കാരണം ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പേരുവിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്, വളരെ പ്രസക്തവുമാണ്. പ്രത്യേകിച്ചും TN പ്രതാപന്റെ കാര്യത്തിലും സിദ്ദിഖിന്റെ കാര്യത്തിലുമൊക്കെ അത് പ്രകടവുമാണ്. ശ്രീ ചെറുകര സണ്ണി ലൂക്കോസ്, ഇപ്പോൾ പുറത്തു വന്ന പേരുകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ചും പ്രതാപൻ മത്സരിക്കുന്നില്ല എന്ന് സ്വയം പിന്മാറിയ പ്രതാപന് വിളിച്ച് സീറ്റ് കൊടുക്കുന്നു രാഹുൽ ഗാന്ധി അല്ലെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ തർക്കമുള്ള 7 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ VM സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ നിലപാടുകളുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നതിൻ്റെ ചില സൂചനകൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എങ്ങനെ വിലയിരുത്തണം ഈ ഇപ്പോൾ പുറത്തു വന്ന ഈ പേരുകൾ വെച്ച് വരാനിരിക്കുന്ന ചർച്ചകളെ? അതായത് TN പ്രതാപൻ ഒരു നിലപാടെടുത്തതിനെ ഞാൻ കാണുന്നത് VM സുധീരൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളെന്ന നിലയിൽ VM സുധീരൻ ഇത്തവണ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചു. ആ നിലപാട് എന്ന് പറയുന്നത് ഈ ഓരോ തെരഞ്ഞെടുപ്പുകളിലും പിന്നിട്ട ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇവിടുത്തെ 2ാം നിര കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ശക്തമായി ഉന്നയിച്ചിരുന്ന ഒരാവശ്യം, നിരവധിയായി തവണകളായി MLA-മാരായി കുറ്റിയടിച്ച് നിൽക്കുന്ന ആളുകൾ അവർ മാറണം, പുതുരക്തം കടന്നു വരണം, പുതു തലമുറയ്ക്ക് അവസരമുണ്ടാവണം എന്നുള്ള നിലയിൽ നിരന്തരമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ആളുകൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ വരണം എന്ന നിലയിൽ ഓരോ തവണയും ആവശ്യങ്ങൾ ഉയരും. ആ ഓരോ തെരഞ്ഞെടുപ്പിന്റെ ആ സ്ഥാനാർത്ഥി നിന്ന ചർച്ച കഴിയുമ്പോൾ കുറച്ച് രക്തസാക്ഷികൾ ഉണ്ടാവും. അതായത് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവർ അവസാനം വെറും മൃതദേഹങ്ങളായി മാറും. അങ്ങനെ ഇതെല്ലാം കൂടെ അടിഞ്ഞുകൂടി ഒരു ദുഷിച്ച മാലിന്യം പോലെയായി പലപ്പോഴും കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പം ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ കോൺഗ്രസിലെ ഒരു അവസരങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പം അവരുടെ പിന്തുണ നേടാൻ വേണ്ടി ഒരു നല്ല മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് VM സുധീരൻ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുമ്പായി നിലപാടെടുത്തത്. പക്ഷേ ആ സുധീരൻ എടുത്ത ആ നിലപാടിനെ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ശ്ലാഘിക്കുമ്പോഴും അദ്ദേഹം അത് കുറെ കൂടി അതിനു മുമ്പുള്ള അവസരമുണ്ടായിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ KPCC നിർവാഹക സമിതി ഉണ്ടായിരുന്നു, ആ KPCCയുടെ ഇലക്ഷൻ കമ്മിറ്റി യോഗങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊന്നും എടുക്കാതെ അവസാന ഘട്ടത്തിലാണ് തന്റെ ആയുധം പുറത്തെടുത്തത് എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ അമർഷം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഈ ഒരു നിരവധി തവണയായി തുടരുന്ന ആളുകളും അതുപോലെ തന്നെ
ആരോപണ വിധേയരായ ആളുകളും മാറണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം നോക്കുന്നത് പൊതുസമൂഹത്തിന്റെ പിന്തുണ അതിന് ലഭിക്കും. കോൺഗ്രസിലെ രണ്ടാം നിര നേതാക്കളുടെയും സീറ്റ് ആഗ്രഹിക്കുന്ന പുതുതലമുറയുടെയും പിന്തുണ തനിക്ക് ലഭ്യമാകും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു നിലപാടിലേക്ക് പോയത്. അപ്പോൾ ആ നിലപാടിലേക്ക് പോകുമ്പോൾ അതിന് തയ്യാറുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് ടി.എൻ. പ്രതാപൻ അങ്ങനെ ഒരു നിലപാടെടുത്തത് VM സുധീരന്റെ മനസ്സറിവോടുകൂടി തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നിലപാട് എടുത്തു. പക്ഷേ ഈ കാര്യങ്ങൾ ശ്രീ സുധീരൻ അവിടെ ധരിപ്പിക്കുകയും സുധീരൻ അവിടെ ധരിപ്പിക്കുമ്പോൾ അവർ ഒരു ടി.എൻ. പ്രതാപൻ മാത്രം എന്തിന് ഒരു രക്തസാക്ഷിയാകണം, 3 തവണ മത്സരിച്ചതിന്റെ പേരിൽ ടി.എൻ. പ്രതാപൻ മാത്രം എന്തിന് മാറി നിൽക്കണം എന്ന ഒരു അഭിപ്രായം ഉയർന്നു വരിക സ്വാഭാവികമാണ്. കാരണം ഇവിടെ ഈ പറഞ്ഞ ജയസാധ്യത ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ LDFന്റെയും കോൺഗ്രസ് CPMന്റെയും സീറ്റ് ചർച്ചകളിൽ മുൻപിൽ നിന്നത് ജയസാധ്യതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നേരത്തെ തന്നെ പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോഴും പറയുകയുണ്ടായി ജയസാധ്യതയാണ് ഏറ്റവും വലിയ പരിഗണന. AK ആന്റണിയും പറയുകയുണ്ടായി ജയസാധ്യതയാണ് ഏറ്റവും വലിയ പരിഗണന. അങ്ങനെ ജയസാധ്യതയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മെറിറ്റ് മാറി നിൽക്കപ്പെടും. അതുകൊണ്ടാണ് നേരത്തെ സജീവൻ പറഞ്ഞ VV പ്രകാശിനെ പോലെ ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരെ അർഹതയുള്ള VV പ്രകാശിനെ പോലെ ഉള്ള ആളുകൾ തിരസ്കരിക്കപ്പെടുകയും ഒരു ഡൈയിങ് ഹാർനസ് കേസ് പോലെ പലപ്പോഴും നേതാക്കൾ അവരുടെ അനന്തരാവകാശികളെ വാഴിക്കുന്ന നിലയിലേക്ക് വരികയും ചെയ്യുന്നത്. അതാണ് അപ്പോൾ മെറിറ്റ് മാറി മറ്റ് വിജയസാധ്യത മാത്രം വരുമ്പോൾ ഇത്തരം ചില ഘടകങ്ങൾ വരുന്നു. ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വിശദമായി നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ A. സജീവൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇക്കാര്യത്തിൽ AK ആന്റണി സ്വീകരിച്ച സമീപനം. ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലെ ചർച്ചകളിൽ ഹൈക്കമാൻഡിന് അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് കേരളത്തിൽ നിന്നും ഏറ്റവും ആശ്രയിക്കാവുന്ന ഒരു നേതാവ്, ഒരുപക്ഷേ കേരളത്തിൽ നിന്നുള്ള നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന് ഏറ്റവും ആശ്രയിക്കാവുന്ന ഒരു പേര് AK ആന്റണിയുടെ തന്നെയായിരുന്നു. അദ്ദേഹം എന്തു നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവുക? പഴയ സഹപ്രവർത്തകരാണ് VM സുധീരനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ, ഇവരുമായുള്ള നിരന്തരമായ ബന്ധമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ, ഹൈക്കമാൻഡിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ AK ആന്റണിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ നിർണായകമായിട്ടുണ്ടാകും. അത് ഇപ്പോൾ പുറത്തു വന്ന പേരുകൾ കണക്കിലെടുത്താൽ അത് എത്രത്തോളം ഹൈക്കമാൻഡ് അതിനെ ആശ്രയിച്ചിട്ടുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? അല്ല, ഇവിടെ ഉമ്മൻചാണ്ടിയേക്കാൾ സുധീരനേക്കാളൊക്കെ തന്ത്രങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റാൻ അറിയുന്ന ആളും അത് പയറ്റിക്കൊണ്ടിരിക്കുന്ന ആളുമാണ് AK ആന്റണി. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ കേരളത്തിനകത്ത് വെച്ചിട്ട് കുറേ ചർച്ച നടന്നു, KPCC തലത്തിൽ ചർച്ച നടന്നു. അത് കഴിഞ്ഞാണ് ഡൽഹിയിലേക്ക് പോയിട്ട് സ്ക്രീനിങ് കമ്മിറ്റി മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ തർക്കം പരിഹരിക്കാതെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 3 നേതാക്കന്മാർക്കും അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് നാട്ടുകാരെ മുഴുവൻ ബോധ്യമാക്കി കഴിഞ്ഞു. ഇവിടെയാണ് പിന്നീട് ഓരോരോ സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. ഇവർ കൊടുക്കുന്ന ലിസ്റ്റ് പോലും വെട്ടിമാറ്റിയിട്ട് പുതിയത് വരുന്നു. ആരെയും ഉപദ്രവിക്കുന്നില്ല, ഇവിടെ ആരെയും പിണക്കുന്നുമില്ല. കുന്നമംഗലത്ത് KC അബുവിനെ വെട്ടിയിട്ട് സിദ്ദിഖിനെ വെക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടിക്ക് പിണങ്ങേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തന്മാർ ഒരാളെ ഉപയോഗിച്ചു. ആര്യാടനെ മാറ്റിയിട്ട് അവിടെ പ്രകാശ് വേണോ ഷൗക്കത്ത് വേണോ എന്നുള്ള കാര്യത്തിൽ നിലമ്പൂരിൻ്റെ കാര്യം നോക്കുമ്പോഴും അവിടെയും ഗ്രൂപ്പിന് പ്രശ്നമില്ല. പക്ഷേ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇവിടെയുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്ന പേരുകൾ വെച്ചല്ല, തങ്ങൾ നിർദ്ദേശിക്കുന്ന പേരുകൾ വെച്ചാണ് എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുത്താൻ കഴിയും. അതാ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയില്ല. മുകുൾ വാസ്നിക്കിന് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അത്രയൊന്നും അറിയില്ല. ഇവിടെയുള്ള കാര്യങ്ങൾ നിശബ്ദനായിട്ട് ഓരോ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നും അവസാനം പേര് നിർദ്ദേശിക്കുന്നതും പേരുകൾ വെട്ടുന്നുമൊക്കെ AK ആന്റണി തന്നെയായിരിക്കും. ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഇതിനു മുമ്പ് പലപ്പോഴും ഉള്ളതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ കേരളത്തിലെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, അതൊക്കെ ഇവിടെ തീരുമാനിക്കുമെന്ന് പറയുമ്പോഴും അത് പറയുന്നിടയിൽ ആന്റണിയുടെ ഈ കണ്ണിറുക്കിയിട്ടുള്ള ഒരു ലളിതമായ ചിരിയുണ്ട്. ആ ചിരിയിലുണ്ട് എല്ലാ കാര്യങ്ങളും. അതേ അപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും, ഞാൻ തന്നെ ഇത് കാര്യം തീരുമാനിക്കുന്നത്. ഇവിടെയും സംഭവിച്ചിട്ടുള്ളതാണ്.
TN പ്രതാപനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സുധീരനോട് ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ട് ചില കാര്യങ്ങൾ ഇടപെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കടുപ്പെടുത്തം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ AK ആന്റണിയുടെ പിന്തുണയും AK ആന്റണിയുടെ സമ്മതവും ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ AK ആന്റണി തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ കാര്യങ്ങളിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്. അഡ്വക്കേറ്റ് BRM ഷഫീർ, നിങ്ങളുടെ നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ദില്ലിയിലെ ചർച്ചകളിലൂടെ താഴെത്തട്ടിലുള്ള അണികൾക്ക് എന്തുതരം സന്ദേശമാണ് നൽകാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്? നോക്കൂ, പത്തനംതിട്ടയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ അടൂർ പ്രകാശിന് അനുകൂലമായി, അടൂർ പ്രകാശിന് എതിരായി നേതാക്കന്മാർ പ്രാദേശിക തലത്തിൽ നിരന്നു കഴിഞ്ഞു. അടൂർ പ്രകാശിന് അനുകൂലമായി പരസ്യ നിലപാടെടുത്തവരെ നടപടിയെടുക്കണമെന്ന് അവിടുത്തെ DCC പ്രസിഡന്റ് മോഹൻരാജ് KPCC അധ്യക്ഷനെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അടൂർ പ്രകാശിന് സീറ്റ് നൽകരുത് എന്ന് അവിടുത്തെ A ഗ്രൂപ്പ് നേതാക്കൾ DCC പ്രസിഡന്റിനോട് പറഞ്ഞു കഴിഞ്ഞു. അടൂർ പ്രകാശിന് സീറ്റ് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ അപ്പാടെ രാജിവെച്ച് കളയുമെന്ന് I ഗ്രൂപ്പ് നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു. എന്തുതരം സന്ദേശമാണ് ഈ ചർച്ചകളിലൂടെ നിങ്ങളുടെ നേതാക്കൾ ദില്ലിയിൽ നിന്നും കേരളത്തിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊടുക്കുന്നത്? ഇന്നിപ്പോൾ വൈകുന്നേരം ഏകദേശം 15 മിനിറ്റുകൾക്ക് മുമ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞ വാചകങ്ങൾ എല്ലാ ചാനലിലും കാണിച്ചുകൊണ്ടിരിക്കുക. ചർച്ചകൾ അതിൻ്റെ ഏറ്റവും അന്തിമമായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. 82 സീറ്റുകളിൽ ഏകദേശം 7 സീറ്റുകൾ ഒഴികെ മുഴുവൻ സീറ്റുകളിലും ഒറ്റ പേരിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശാവഹമായ കാര്യം. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി നടന്ന ചർച്ചകളിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ ഗുണകരമായി വന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്തു വന്നിരിക്കുന്ന പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ വ്യക്തിയെയും ഓരോ മണ്ഡലത്തെയും സംബന്ധിച്ച് ശ്രീ രാഹുൽ ഗാന്ധിക്ക്, നമ്മുടെ നേതാവിന് വ്യക്തമായ മാനദണ്ഡവും വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരിക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ശ്രീ VM ഒരു ഗ്രൂപ്പല്ല, ഒരു വ്യക്തിയല്ല. VM ഒരു ആശയമാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തുകയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നേതാവാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്. അദ്ദേഹം ഉന്നയിച്ച ഒരു ആശയമുണ്ട്, കേരളത്തിൽ പുതിയ കുറേ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടണം. ഇന്നിപ്പോൾ പുറത്തു വന്ന പട്ടിക ഒന്ന് നോക്കണം, വിജയകുമാർ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. കുന്നമംഗലത്ത് ശ്രീ T സിദ്ദിഖ്, തവനൂരിൽ ശ്രീ ഇഫ്തിഖറും, പെരുമ്പാവൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയും, കായംകുളത്ത് കോൺഗ്രസിന്റെ നാവായ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ M ലിജുവും, അങ്കമാലിയിലെ NSUവിന്റെ പ്രസിഡന്റ് ശ്രീ റോജിയും, ചേർത്തലയിൽ NSUവിന്റെ ദേശീയ സെക്രട്ടറി ശരത്തും, ബേപ്പൂരിൽ ആദം മുൾസിയും ഉൾപ്പെടെയുള്ള നിരവധി ചെറുപ്പക്കാർക്ക് അവസരം കിട്ടിയതിലോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ യുവാക്കൾ ഉയർത്തിവിട്ട മുദ്രാവാക്യത്തിന് വലിയ പ്രസക്തി ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ വികസന പ്രക്രിയയോടൊപ്പം തന്നെ അതിന് തത്തുല്യമാണ് കേരളത്തിൽ സംശുദ്ധമായ രീതിയിൽ ഒരു ആദർശ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന VMന്റെ നിലപാടുകളും. ഇത് രണ്ടും കൂടി സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവുക. ഇപ്പോൾ പുറത്തു വരുന്ന ഇത് പ്രകാരമാണെങ്കിൽ ആർക്കും കേടില്ലാത്ത വണ്ണം, എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിൽ യുവാക്കൾക്കും വനിതകൾക്കും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും ഒരുപോലെ അവസരം കിട്ടിക്കൊണ്ടുള്ള പട്ടികയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്ന ചില ആശയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി മത്സരിച്ചെന്നവർ മാറണമെന്ന് പറയുന്ന ആശയത്തിന് രാഹുൽ ഗാന്ധി തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് ഈ പട്ടിക പുറത്തുവരെ മനസ്സിലാക്കാൻ പറ്റുക. പണ്ടതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അതുപോട്ടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് ഒരു തവണയുമെങ്കിലും തൻ്റെ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മത്സരിക്കാൻ യോഗ്യരായ കേപ്പബിൾ ആയിട്ടുള്ള സംശുദ്ധ പ്രതിച്ഛായയുള്ള ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്ന നിരവധി ആളുകൾ ഒരു മണ്ഡലത്തിൽ തന്നെ ഉള്ളപ്പോൾ നിരവധി തവണ മത്സരിച്ച ആളുകൾ ഒരു തവണ ഒന്ന് മാറി നിൽക്കണമെന്ന് VM ഒരു മുദ്രാവാക്യം ഉയർത്തിയാൽ അത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനല്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കൂടുതൽ തിളക്കം നൽകാനുള്ള ആശയമായിട്ടാണ് ഞങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. 2, ഈ കേസുകളിലും ആരോപണങ്ങളിലും പെട്ടവർ, അതുപോലെ തന്നെ MLA ആവാനും മന്ത്രിയാവാനും അവസരം കിട്ടിയവർ ഒരു പ്രാവശ്യത്തേക്കൊന്ന് മാറി നിൽക്കണമെന്ന് VM സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ ആളുകൾ മത്സരിച്ചാൽ തീർച്ചയായിട്ടും ആ മണ്ഡലങ്ങളിൽ ജയിച്ചു വരും. പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ അതിനകത്ത് ഇടതുപക്ഷത്തിനോ പൊതുസമൂഹത്തിൽ നിന്നോ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ട് ഈ ആളുകൾ ശരിയല്ല എന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടായിക്കൂടാ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തങ്ക കുടങ്ങളാണ് എന്ന് പറയാവുന്ന അവസരം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ KPCC പ്രസിഡന്റ് സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് പുറത്തല്ല അകത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ നേട്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ വൈകുന്നേരത്തോടു കൂടി കോൺഗ്രസിൻ്റെ പട്ടിക പുറത്തിറങ്ങുമ്പോൾ എല്ലാവിധത്തിലുള്ള പ്രാതിനിധ്യവും ഉറപ്പുവരുത്തും.
ഇതിനകത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഓരോ മണ്ഡലത്തിലെയും പൾസറിയാം, ഓരോ നേതാവിനെയും തിരിച്ചറിയാം, രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് മികച്ച പുരോഗതി, മികച്ച തൃപ്തികരമായിട്ടുള്ള ഒരു ലിസ്റ്റ് നാളെ പുറത്തു വരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ എ സജീവൻ, താങ്കൾ കരുതുന്നുണ്ടോ ഒരു VM സുധീരൻ പ്രഭാവം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്പാടെ ഉണ്ടാകും എന്ന്? ഈ കോൺഗ്രസിൽ സുധീരനോട് അടുപ്പമുള്ള നേതാക്കൾ പറയുന്നത് പോലെ VM സുധീരൻ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ തർക്കമുള്ള മണ്ഡലങ്ങളിലടക്കം സുധീരൻ്റെ തീരുമാനങ്ങൾ, സുധീരൻ്റെ നിലപാടുകൾ, ആ ഒരു പ്രഭാവം ഈ പട്ടികയിൽ അപ്പാടെ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആ നിലയ്ക്കുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് വേണമോ നമ്മൾ ഇപ്പോൾ പുറത്തു വന്ന ഈ പേരുകളിൽ നിന്നും മനസ്സിലാക്കാൻ? അല്ല, ഈ ഒരു അവസാന ഘട്ടത്തിലും ഈ 7 സീറ്റുകൾ തർക്ക സീറ്റുകളായിട്ട് നിൽക്കുന്നത് സുധീരൻ പറയുന്നതിനെ പരിഗണിക്കുന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുധീരനെ പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡിന് തള്ളിക്കളയാമെങ്കിൽ ഈ സീറ്റുകളിലെല്ലാം കോന്നിയിലും തൃക്കാക്കരയിലും ഇവിടെ തൃപ്പൂണിത്തുറയിലുമൊക്കെ KC ജോസഫിന്റെ മണ്ഡലത്തിലൊക്കെ വേണമെങ്കിൽ ഇതേപോലെ സ്ഥാനാർത്ഥികളെ വയ്ക്കാമായിരുന്നു. സുധീരൻ നിർദ്ദേശിക്കുന്നതോ അല്ലാത്തതായിട്ടുള്ള വയ്ക്കാമായിരുന്നു. പക്ഷേ സുധീരന്റെ ഈ ഒരു നിലപാടിനെ പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡ് തള്ളിക്കളയുന്നില്ല. അതൊരു സത്യമാണ്. ഇനി വേറൊരു പ്രശ്നമുള്ളത്, ഇത് തള്ളിക്കളയുന്നു വയ്ക്കുക, അത് സുധീരന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. സുധീരന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നം വ്യക്തികളിലേക്കല്ല, ഒരു പ്രശ്നം ഉയർത്തിയിട്ടാണ് സുധീരൻ ഇവിടെ നിലപാടെടുത്തുള്ളത്. കൂടുതൽ തവണ മത്സരിച്ച ആളുകൾ, കളങ്കിതരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളൊക്കെ ഒരു നിലപാട്, ആ നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് സുധീരൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ രാഹുൽ ഗാന്ധി കഴിയില്ല എന്നാണ്. താൻ പവർഫുൾ ആണ് എന്ന് ഇവിടെ രാഹുൽ ഗാന്ധിയോ അല്ല ഹൈക്കമാൻഡോ പറയുന്നു. അവർ അത് നടപ്പാക്കി കാണിക്കും ഓരോ സ്ഥലങ്ങളിലും. അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച ആളുകളെ തന്നെ വെച്ചാൽ മതി. ഇവിടെ പുതിയ ആൾ യുവാക്കളെ കൊണ്ടുവരും. യുവാക്കളുടെ കാര്യത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി സ്ക്രീനിങ് കമ്മിറ്റി ചേരുന്നതിന് മുമ്പേ ഈ നേതാക്കളെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചപ്പോൾ തൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. യുവാക്കളെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിലൂടെ തൻ്റെ അപ്രിയം അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് യുവാക്കളെ കൊണ്ടുവരുന്നു. പിന്നീട് കളങ്കിതരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ നിലനിർത്താൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും 1-2 ആളുകളെ അദ്ദേഹം മാറ്റുന്നതിന് നിങ്ങൾ തയ്യാറാവും. അത് അങ്ങനെ വന്നാൽ പോലും അത് സുധീരന്റെ വിജയമായിരിക്കും. അവിടെയാണ് സുധീരൻ പറഞ്ഞനുസരിച്ചിട്ട് 2 പേരെങ്കിലും മാറ്റിയിരിക്കുന്നു, പ്രധാനപ്പെട്ട കളങ്കമുള്ള ആളുകൾ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിലൊരു ഈ തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ, അതിനൊരു ഫോർമുല രൂപപ്പെട്ട് വരണമല്ലോ. അങ്ങനെയുള്ള ഒരു ഫോർമുല അതെന്തായിരിക്കും? അതായത് ഇപ്പോൾ ഉന്നയിക്കുന്ന പേരുകളിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെയോ കെ ബാബുവിനെയോ ഈ 2 പേരുടെ കാര്യത്തിൽ VM സുധീരൻ കുറച്ച് കടുംപിടുത്തം പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താൻ ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ? ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാക്കന്മാരുടെ ഒപ്പം അവരുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെന്നോ അവരോട് ഏറ്റവും അടുപ്പമുള്ള നേതാക്കന്മാരെന്നോ പറയുന്ന കെ ബാബുവിനെ ഒഴിവാക്കാൻ വളരെ വേഗത്തിൽ കഴിയില്ലല്ലോ. അങ്ങനെ ആ രീതിയിൽ VM സുധീരൻ പറയുന്നത് പോലെ ഉള്ള ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമെന്ന് ശ്രീ ചെറുകര സണ്ണി ലൂക്കോസ് താങ്കളെപ്പോലുള്ളവർ കരുതുന്നുണ്ടോ? പ്രത്യേകിച്ചും കോന്നിയിലെ കാര്യം എടുക്കാം. അവിടെ ഇപ്പോഴും അടൂർ പ്രകാശിന് വേണ്ടി വലിയ തോതിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനെയൊക്കെ അവഗണിച്ച് ഹൈക്കമാൻഡിന് ഈ ആദർശപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? അവിടെ വിജയസാധ്യത എന്നൊരു ഘടകം വലിയ തോതിൽ പരിഗണനയ്ക്ക് വരേണ്ടി വരികയില്ലേ? അല്ല, ഈ കാര്യത്തിൽ ശ്രീ എ സജീവൻ പറഞ്ഞതുപോലെ സുധീരൻ്റെ ചില ആവശ്യങ്ങൾ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഹൈക്കമാൻഡിന് ഒരു നിലപാട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേരുകളിൽ ഈ 6-7 തർക്കമുള്ള പ്രധാനപ്പെട്ട പേരുകളിൽ ചില പേരുകളിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത, അത് അല്ലാതെ ഏകപക്ഷീയമായി അല്ല. ഇപ്പം ഒരു വസ്തുതയുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പം ബെന്നി ബെഹനാൻ, KC ജോസഫ്, കെ ബാബു, ഈ 3 ആളുകൾ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ഇടംകൈയും വലംകൈയുമായി നിൽക്കുന്ന ഏറ്റവും വിശ്വസ്തരായ നേതാക്കളാണ്. അപ്പോൾ അവരെ അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ബാധ്യതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള അവസാനത്തെ ശ്രമം വരെ, അതായത് സോണിയാഗാന്ധിയോ
രാഹുൽ ഗാന്ധിയോ അന്തിമ തീരുമാനമെടുക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ അതിനുവേണ്ടി ഉമ്മൻചാണ്ടി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന ലീഡറിന് ഈ ഒപ്പം നിർത്താൻ കൂടെ നാളെ ഇത്രയും കാലം നിന്ന ആളുകൾ നാളെ കൂടെ നിൽക്കാൻ തയ്യാറാകണമെങ്കിൽ തൻ്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് നിന്നേ മതിയാവും. അപ്പൊ അതിനുവേണ്ടിയുള്ള അദ്ദേഹം ശ്രമം നടത്തും. അത് നേതൃത്വത്തിനറിയാം, VM സുധീറിനറിയാം. പക്ഷെ VM സുധീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ യുദ്ധത്തിൽ, ഈ ഫൈറ്റിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു തരത്തിൽ കിട്ടുന്നതെല്ലാം ലാഭമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ സുധീരൻ വിരുദ്ധരും എന്ന നിലയിലേക്ക് വരെ കോൺഗ്രസിലെ രാഷ്ട്രീയത്തെ, ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ ചെന്ന് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതും അദ്ദേഹത്തിന്റെ ഒരു നേട്ടമാണ്. ഒരു ഘട്ടത്തിൽ ഇതുപോലെയുള്ള മുൻകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് നമുക്ക് 2011 അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഒരു റോളുമില്ലാതെ മാറി നിന്ന ആളാണ് സുധീരൻ. ഏറെക്കാലമായി സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറിയുന്ന സുധീരൻ ഇന്ന് ഏറ്റവും നിർണായകമായ റോളിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇനി അടുത്ത ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഞാൻ പറയുന്നത് കടന്നു പോകുമെങ്കിലും അദ്ദേഹത്തിന് ഭരണ തുടർച്ച പോലും ഒരു വിഷയമായിരിക്കാൻ വഴിയില്ല. അദ്ദേഹത്തിന് നാളെ പ്രതിപക്ഷ നേതാവാകാൻ ഒരു അവസരമുണ്ടെങ്കിൽ അതുപോലും മുന്നിൽ കാണും. കോൺഗ്രസ് രാഷ്ട്രീയം നമ്മളങ്ങനെ കാണുന്നതിൽ അതിശയോക്തി കാണേണ്ട കാര്യമില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തല ആയാലും VM സുധീരനാണേലും ഉമ്മൻചാണ്ടി ആണേലും ഒന്നുകിൽ മുഖ്യമന്ത്രി കസേര അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര. ആ ഒരു ലക്ഷ്യവും കൂടെ ഈ യുദ്ധങ്ങളിലെല്ലാം അടങ്ങി ഇരിപ്പുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്കുള്ള ചവിട്ടുപടികളാണ് ഇപ്പോൾ VM സുധീരനെ കടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ VM സുധീരന്റെ ഇത്തരം കാര്യങ്ങളുള്ള നിലപാടുകൾ അത് വളരെ കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം, ഉമ്മൻചാണ്ടിക്കും അറിയാം. അതുകൊണ്ടാണ് VM സുധീരൻ KPCC പ്രസിഡന്റായി വരുന്നതിനെ ശക്തിയുക്തം എതിർത്തത്. കാരണം ചില നിലപാടുകൾ സുധീരൻ എടുത്താൽ അതിന് അവസാനം വരെ വിട്ടുവീഴ്ച ചെയ്യില്ല. നമുക്കറിയാം തെന്നല ബാലകൃഷ്ണപിള്ളയെ പോലെ ഉള്ള KPCC പ്രസിഡന്റുമാർ ഉണ്ടായിട്ടുണ്ട്. പല KPCC പ്രസിഡന്റുമാരും പാർലമെന്ററി പാർട്ടി ലീഡറുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന പ്രസിഡന്റുമാരായിരുന്നു. പക്ഷെ അത്തരത്തിലായിരിക്കില്ല സുധീരൻ. മുൻകാലത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. കരുണാകരന്റെ കാലത്ത് സ്പീക്കറായിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സുധീരൻ KPCC പ്രസിഡന്റായി വരുന്നതിനെ എതിർത്തത്, അന്ന് ഉമ്മൻചാണ്ടി എതിർത്തത് ഇതേ കാരണം കൊണ്ടാണ്. അദ്ദേഹം അവസരം കിട്ടുമ്പോൾ തന്റെ നിലപാടുകൾക്ക് ഉണ്ടാവും. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അവസാനം വരെ അദ്ദേഹം നിൽക്കും എന്ന് അറിയാമായിരുന്നു. ആ ഉമ്മൻചാണ്ടി അന്ന് ഭയപ്പെട്ടതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ നാളുകളിലായി എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ പിന്നീടുള്ള പ്രതികരണങ്ങളിൽ ഒന്ന് സുധീരനെ എതിർക്കുന്നവരും എന്ന നിലയിലേക്ക് ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മാറി വന്നത് നമ്മൾ കണ്ടതാണ്. ശ്രീ ഭാനുദേവൻ, പത്തനംതിട്ടയുടെ കാര്യത്തിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ അതിനോട് വലിയ തോതിൽ എന്തിന് എതിർപ്പ് പ്രകടിപ്പിക്കണം? VM സുധീരനെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നില്ലേ? കാരണം കരുണ എസ്റ്റേറ്റ് കേസിൽ പാർട്ടിയെ ധിക്കരിച്ച മന്ത്രിയാണ്. ഈ പാർട്ടിയെ ധിക്കരിച്ച മന്ത്രിക്ക് വീണ്ടും സീറ്റ് നൽകേണ്ട എന്ന് ഹൈക്കമാൻഡിനോട് സുധീരൻ പറഞ്ഞാൽ അതിന് കാരണങ്ങൾ സുധീരൻ്റെ പക്കലുണ്ട്. നോക്കൂ, നമുക്കറിയാം തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, കരുണ എസ്റ്റേറ്റ് കേസിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി യോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യോഗം ചേർന്ന് ആ കരുണ എസ്റ്റേറ്റ് കേസിൽ കരുണ എസ്റ്റേറ്റിൻ്റെ കൈവശക്കാരോട് കരം വാങ്ങാനുള്ള തീരുമാനം പിൻവലിക്കേണ്ടതില്ല, ഈ ഉത്തരവിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് പരിശോധിക്കാൻ AGയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. അതും കത്ത് നൽകിയ VM സുധീരനോടല്ല പറഞ്ഞത്, മാധ്യമപ്രവർത്തകരോടാണ്. ഇത് പരസ്യമായി VM സുധീരൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ പാർട്ടി VM സുധീരൻ ഒരു തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം തന്നെയാണ്. അതിനെതിരെ പ്രവർത്തിച്ച മന്ത്രിക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നാണ് VM സുധീരൻ പറയുന്നതെങ്കിൽ അതിനോട് വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ വിവാദപരമായ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് KPCCയുടെ നേതൃത്വത്തിൽ ശ്രീ സജീവൻ അവർ അവിടെ സ്റ്റുഡിയോയിലുണ്ട്.
ഈ പത്തനംതിട്ടയിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വന്തമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനത്തിന് അനുകൂലമായി അദ്ദേഹം പ്രതികരിക്കുക മാത്രം, അല്ലെങ്കിൽ അതിന് വേണ്ടി തയ്യാറാകുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ മാത്രം ഒഴിവാക്കുന്ന ഒരു നിലപാട് ഉണ്ടാകരുത് എന്ന് മാത്രമാണ് കോന്നിയിലെ കോൺഗ്രസിന്റെ ജനവികാരം. ഞാൻ ആ പ്രദേശത്തു നിന്നുള്ളൊരു DCC ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അത് പ്രതികരണമുണ്ടായത് കോന്നിയിലെ ജനങ്ങളുടെ അഭിലാഷം ശ്രീ അടൂർ പ്രകാശിന് അനുകൂലമാണ്. അദ്ദേഹം അവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലവും ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ഏറ്റവും അവസാനം ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടക്കുന്ന മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങൾ അടൂർ പ്രകാശ് മാത്രമെടുത്ത തീരുമാനങ്ങളായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്യുന്നത് ശരിയല്ല. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ കോന്നിയിൽ അദ്ദേഹത്തിന് വിജയസാധ്യത നിൽക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ വിജയസാധ്യതയാണ് മാനദണ്ഡമെങ്കിൽ കോന്നിയിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ട പേര് ശ്രീ അടൂർ പ്രകാശിൻ്റെതാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, പുതിയ ആളുകൾ വരുന്നതുമായോ ബന്ധപ്പെട്ടോ മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ 4-5 തവണയൊക്കെ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ, 4-5-6 തവണ ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഈ പാർട്ടിയിലുണ്ട്. ഇതൊക്കെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ഭാവിയിലെങ്കിലും യുക്തമായ തീരുമാനമെടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലാതെ അതിന് മുന്നോടിയായിട്ട് ഇത്തരം കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു വന്നാൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ഒരു തെരഞ്ഞെടുപ്പിനെ ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും പോസ്റ്ററുകൾ വരെ പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എങ്ങുമാകാതെ അവശേഷിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. കോന്നിയിൽ അടൂർ പ്രകാശിന്റെ പേര് തള്ളരുത് എന്നുള്ളൊരു വിചാരത്തോടുകൂടി അവിടുത്തെ ജനവികാരം ബൂത്ത് തലം മുതൽ മുകളിലറ്റം വരെയുള്ള ജില്ലാതല നേതാക്കന്മാർ വരെ അവിടെ 169 ബൂത്തുകളിൽ 89 ബൂത്തുകളിലെ കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ കൺവെൻഷനുകളിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവിടുത്തെ ജനവികാരം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഒരു ഏകപക്ഷീയമായി ഒരു തീരുമാനം ഇത് പറഞ്ഞതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് ഏകപക്ഷീയമായി പോകുന്നു. എന്നേക്കാൾ മുമ്പേ 10-17 പേർ അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതോടൊപ്പം കോന്നിയിൽ അടൂർ പ്രകാശിനെതിരെ പോസ്റ്റർ ഒട്ടിച്ച ആളുകളുണ്ട്. അവർക്കൊന്നും ഒരു നടപടിയില്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു അഭിപ്രായം കോന്നിയിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയതിന്റെ പേരിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലം എന്ന് പറയുന്നത് കോന്നിയാണ്. യാതൊരു സംശയവുമില്ല. അടൂർ പ്രകാശ് എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കോന്നിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത പരിഗണിച്ചാൽ ശ്രീ അടൂർ പ്രകാശിന് തന്നെ 1-ാം സ്ഥാനം, പ്രഥമ സ്ഥാനം നൽകണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മറ്റാർക്കുമെതിരെ നമ്മൾ പ്രതികരിക്കുന്നില്ല. മറ്റാർക്കും സീറ്റ് കൊടുക്കരുതെന്നുള്ളതല്ല പറയുന്നത്. വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ശ്രീ അടൂർ പ്രകാശിന് കൊടുക്കണം. ഒരു പൊതുമാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ശ്രീ അടൂർ പ്രകാശ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അടൂർ പ്രകാശ് മന്ത്രിസഭയുടെ തീരുമാനത്തിന് അനുകൂലമായ രീതിയിൽ മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ബഹുമാനപ്പെട്ട മന്ത്രി മാത്രം ചെയ്തു. വളരെ ലളിതമാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി ഉൾപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിന്റെ പേരിൽ, മുഖ്യമന്ത്രി കൂടി കൈക്കൊണ്ട തീരുമാനത്തിന്റെ പേരിൽ ഒരു റവന്യൂ മന്ത്രിക്ക് എതിരെ മാത്രം ഇത്ര തോതിൽ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അതിനെയാണ് പ്രാദേശിക തലത്തിലെ ഐ ഗ്രൂപ്പ് നേതാക്കളൊക്കെ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി എടുത്ത തീരുമാനം, മുഖ്യമന്ത്രി കൂടി അറിഞ്ഞ തീരുമാനം, ഇത് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട ഒരു പൊതു തീരുമാനം, അത് വന്നത് റവന്യൂ വകുപ്പിൽ നിന്നാണ് എന്നതിനപ്പുറത്തേക്ക് അടൂർ പ്രകാശിന് ഈ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നാണ് അവിടുത്തെ നേതാക്കൾ പറയുന്നത്. അത് പറഞ്ഞതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തരുത് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നതിന് എത്ര അർത്ഥമാണുള്ളത് എന്നാണ് പ്രാദേശിക തലത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. എങ്ങനെയാണ് അവരോട് താങ്കൾ മറുപടി പറയുക? ഒന്ന്, കോന്നിയിലെ വിജയസാധ്യതയെ സംബന്ധിച്ചൊന്നും ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോന്നിയിലെ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കോന്നിയിലെ ഏതെങ്കിലും പ്രാദേശികമായ നേതാക്കന്മാരാണോ? കോന്നിയിൽ ആര് മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ഏതെങ്കിലും DCC ഭാരവാഹികളാണോ? അല്ലല്ലോ.
ഇവിടെ കോന്നിയിലെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിലുണ്ട്, അതവർ തീരുമാനിക്കും. ഇനി കോന്നിയിൽ സീറ്റ് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ കുറച്ച് പേർ രാജിവെക്കുമെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനത്തിൽ എത്രയോ ആളുകൾ നിന്നു, എത്രയോ ആളുകൾ പോയി. ഈ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട ചേട്ടൻ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ശ്രീ അടൂർ പ്രകാശ് എന്ന് പറയുന്ന നേതാവ് കുറ്റാരോപിതനായി പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. മന്ത്രിസഭയുടെ മുമ്പാകെ വന്ന കുറേയേറെ ഫയലുകൾ, ഒരു ഗവൺമെൻറ് വികസന തുടർച്ചയുമായിട്ട് വികസനത്തിൻ്റെ പേരിൽ തുടരധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളം മൊത്തത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇടുത്തി പോലെ കുറേ ഉത്തരവുകൾ വരികയാണ്. ആ ഉത്തരവുകൾ വന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ അത് കൺഫ്യൂഷൻ ഉണ്ടായി. ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ KPCCയുടെ അധ്യക്ഷൻ ഇതൊക്കെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെയാണ്. കേരളത്തിലെ മന്ത്രിമാർക്ക് MLA-മാരാവാൻ ടിക്കറ്റ് കൊടുക്കുന്നത് KPCCയാണ്. അവർക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത് KPCCയാണ്. അവരെ ജയിപ്പിക്കുന്നത് KPCCയാണ്. മന്ത്രിമാരാക്കുന്നതിന് വേണ്ടി പാനൽ തയ്യാറാക്കുന്നതും KPCCയാണ്. പാനൽ തയ്യാറാക്കിയിട്ട് അവരെ നിയന്ത്രിക്കാനുള്ള അവകാശം KPCCക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കരുണ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന മന്ത്രിയോട് വിശദീകരണം ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറേയേറെ ഫയലുകൾ ഒപ്പിട്ടു, അതിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മന്ത്രിയുടെ മറുപടിയാണ്. അതിനകത്ത് തൃപ്തി വരാത്തത് കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ ഈ പറയപ്പെടുന്ന റവന്യൂ മന്ത്രിയോടും KPCC ഔദ്യോഗികമായി ലെറ്റർ മുഖാന്തരം വിശദീകരണം ചോദിച്ചു. വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരണത്തിന് മറുപടി KPCC പ്രസിഡന്റിനോട് അതിൻ്റെതായ വഴിക്ക് കൊടുക്കുന്നതിന് പകരം മാധ്യമങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നൊരു സമീപനം അവർ അപ്പുറത്തുണ്ടായി. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടാകാം, മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാകാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ തീരുമാനമെടുത്തത് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഒരു ദിവസം രാവിലെ ഈ ഫയലിലെല്ലാം കൂടി ഒപ്പിട്ടു എന്നല്ലല്ലോ. ഇതൊക്കെ മന്ത്രിസഭ പരിഗണിച്ച വിഷയങ്ങളല്ലേ? മുഖ്യമന്ത്രി കൂടി പരിഗണിച്ചിട്ടല്ലേ ഇത് ഉത്തരവാകുന്നത്? സ്വാഭാവികമായും ഉത്തരവ് വന്നത് റവന്യൂ വകുപ്പോ എന്നതിനപ്പുറത്തേക്ക് അടൂർ പ്രകാശിന് മാത്രമായി ഇതിലെന്താണ് ഉത്തരവാദിത്വം? അല്ല, ഈ പറയപ്പെടുന്ന നടപടികളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കൊണ്ട് തിരുത്തണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ KPCCയുടെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ. പക്ഷെ അതിനകത്ത് പ്രശ്നമെന്ന് പറ്റിയതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അതിന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് KPCCയുടെ മുമ്പിൽ പറയണമായിരുന്നു. ഒന്ന്. രണ്ട്, സംഗതി വഷളായപ്പോൾ FB പോസ്റ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KPCCയുടെ പ്രസിഡന്റിനെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഉടൻ തന്നെ ആളുകൾ വിളിച്ചു പറഞ്ഞു, KPCC തലത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. കൊണ്ടുവന്ന കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. മാറ്റണമെന്ന് പറഞ്ഞു, മാറ്റിയതിന് ശേഷം ആര് മാറ്റണമെന്ന് പറഞ്ഞോ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ മന്ത്രി പരാജയപ്പെട്ടു. ജനങ്ങളുടെ മുമ്പേ ഏറ്റവും അവസാനം ഈ കരുണ എസ്റ്റേറ്റ് വിഷയത്തിലും മെത്രാങ്കായൽ ഇഷ്യൂവിലുമെല്ലാം ഏറെ കുറ്റാരോപണം കോൺഗ്രസ് പാർട്ടി കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടണം. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൂലങ്കഷമായി ചർച്ച ചെയ്യപ്പെടണം എന്ന് പുറത്താരും പറഞ്ഞില്ല. ഇതൊക്കെ സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭാനുദേവൻ ചേട്ട ഉൾപ്പെടെയുള്ള പാവപ്പെട്ട DCC സെക്രട്ടറിമാർ അദ്ദേഹത്തിനോട് കൂറ് കാണുമായിരിക്കും. പക്ഷേ പുറത്തിറങ്ങി കോൺഗ്രസ് പാർട്ടിയെയും അതിൻ്റെ പ്രസിഡന്റിനെയും വെല്ലുവിളിച്ചാൽ അപകടത്തിലേക്ക് പോകുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് സ്ഥാനാർത്ഥിക്കും ഗുണമുണ്ടാകില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണോ പറഞ്ഞത് അദ്ദേഹത്തിനും ഗുണമുണ്ടാവില്ല, പറഞ്ഞ ആളുകൾക്കും ഗുണമുണ്ടാവില്ല. ഇപ്പം ഒരു കാര്യം കൂടി പറയാം. ആരാ മോഹൻരാജ്? നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ശ്രീ ആന്റോ ആന്റണി MP പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുമ്പോൾ അന്നവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാനലിൽ വന്ന ആളാണ്. അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. രണ്ടാമത് മത്സരിക്കണമെന്ന് പറഞ്ഞു, മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിനൊരു അവസരം DCCയുടെ പ്രസിഡന്റായ മോഹൻരാജിന് ഒരു അവസരം കൊടുക്കണമെന്ന് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും പുറകിൽ നിന്ന് കുത്താനുള്ള നീക്കമായിട്ടൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞു വന്ന് കൂട്ടിയാൽ മതി. പിന്നെ ശ്രീ സണ്ണി ചെറുകര പറഞ്ഞൊരു കാര്യത്തിന് കൂടി മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു കേരളത്തിലെന്തോ പ്രതിപക്ഷ നേതാവാൻ വേണ്ടിയിട്ടാണ് ശ്രീ VM സുധീരൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സണ്ണിച്ചേട്ട, ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ 2009 UPA ഗവൺമെൻറ് വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ 16 സീറ്റുകളിൽ UDF ജയിച്ചപ്പോൾ ആലപ്പുഴ സീറ്റ് ഡൽഹിയിൽ നിന്ന് ശ്രീമതി സോണിയാഗാന്ധി പ്രിയപ്പെട്ട പ്രസിഡന്റ് വിളിച്ചിട്ട് താങ്കൾ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രാവശ്യം മത്സര രംഗത്തേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നേതാവ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രീ VM സുധീരനാണ്. അദ്ദേഹം അന്ന് മാറി നിന്നില്ലെങ്കിൽ അന്ന് ആലപ്പുഴയിൽ നിന്നുള്ള MP എന്ന നിലയിൽ അദ്ദേഹം അന്ന് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഏതെങ്കിലും ഒരു അധികാരത്തിന് വേണ്ടിയോ
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്ന നേതാവല്ല കേരളത്തിലെ KPC പ്രസിഡന്റ്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടൂരിലെ പ്രശ്നം ഷഫീർ, താങ്കളിലേക്ക് വരാം. ശ്രീ ഭാനുദേവൻ, പ്രാദേശിക തലത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതിൽ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഷഫീർ ഇപ്പോൾ ഉന്നയിച്ചത്. മോഹൻരാജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. മോഹൻരാജ് അടക്കമുള്ളവർക്ക് വേണ്ടി മത്സരിക്കാൻ അവർക്കൊക്കെ വേണ്ടി മത്സരിക്കുന്നതിന് വേണ്ടി ഒരു സൗകര്യം ഒരുക്കാനാണ് ഇപ്പോൾ VM സുധീരൻ ദില്ലിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഈ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ എന്തോ തെറ്റിദ്ധരിച്ച് എടുത്തു ചാടി എന്നാണ് ഷഫീറിനെ പോലുള്ളവർ കരുതുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? അവിടെ ഗ്രൂപ്പിനപ്പുറത്തേക്ക് നിങ്ങൾ കുറേ ആളുകൾ അടൂർ പ്രകാശിന് വേണ്ടി തെരുവിലിറങ്ങി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നത്. ശരിയാണോ? ശ്രീ സജീവൻ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനകത്തിൽ ഒരു DCC സെക്രട്ടറിക്ക് ഒരു റോളും അറിയാവുന്ന സാമാന്യ ബുദ്ധിയുള്ള ഒരു DCC സെക്രട്ടറിയാണ് ഞാൻ. താഴെ തട്ടു മുതൽ ബൂത്ത് പ്രസിഡന്റ് സ്ഥാനം മുതൽ പ്രവർത്തിച്ച്, വാർഡ് പ്രസിഡന്റ് മുതൽ പ്രവർത്തിച്ച്, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായി, ജനപ്രതിനിധിയായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഒക്കെ വന്ന് കേരള സർവകലാശാല സെനറ്റിൽ 9 വർഷക്കാലം സെനറ്റ് അംഗമായി ഒക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ KSU മുതൽ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്. ഞാൻ ബഹുമാന്യനായ KPCC പ്രസിഡന്റിനെ ധിക്കരിക്കുകയോ ബഹുമാനപ്പെട്ട AICC നേതൃത്വത്തെ ധിക്കരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. ഞാൻ കോന്നിയിലെ ജനങ്ങളുടെ വികാരം പറഞ്ഞു. അത് അടൂർ പ്രകാശിനോടുള്ള കൂറ് മാത്രമായി അതിനെ കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇദ്ദേഹം പറയുക അദ്ദേഹം KPCCയുടെ വക്താവാണ്. ഞാൻ പത്തനംതിട്ടയിലുള്ള കേവല ഒരു DCC സെക്രട്ടറിയാണ്. ഇന്നലെ ഞാൻ ചാനൽ ചർച്ചയിൽ ബഹുമാനപ്പെട്ട രാജ്ഭവൻ ഉണ്ണിത്താനോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി. അദ്ദേഹം വലിയ ധാർഷ്ട്യത്തോടുകൂടി സംസാരിച്ചു. താഴെ തട്ടിലുള്ള ബൂത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഒരു സാധാരണ ജനപ്രതിനിധിയാണെങ്കിലും ഒരു പ്രവർത്തകനാണെങ്കിലും അവന്റെയൊക്കെ മനോവീര്യം ഉൾക്കൊള്ളാനെ കൊണ്ടുള്ളത് നേതൃത്വങ്ങൾക്കുണ്ടാകണം. സംസാരിക്കുമ്പോഴെല്ലായ്പ്പോഴും ഉണ്ടാകണം. ഞങ്ങളൊക്കെ പോസ്റ്റർ പതിക്കുന്ന ആളുകളാ. ശ്രീ A സജീവൻ, ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെ കേട്ടതുപോലെ പ്രാദേശിക തലത്തിൽ ഈ ഗ്രൂപ്പ് വൈരം ഇപ്പോൾ അത് ആളിക്കത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിലും എറണാകുളം ജില്ലയിലും ഒക്കെ അത് നമുക്ക് കാണാം. എറണാകുളം ജില്ലയിൽ നിന്ന് കൊച്ചി നഗരത്തിൽ VM സുധീറിനെ അനുകൂലിച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ രീതിയിലാണ് കാര്യങ്ങൾ താഴെത്തട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പോലും അത് വേറൊരു തരത്തിൽ ബാധിച്ചേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് എത്രയോ നാൾ മുമ്പ് ഒരു പൊതു മാനദണ്ഡം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാക്കാൻ KPCCക്ക് കഴിയാതെ പോയതല്ലേ ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ കാരണമായത് എന്ന് നമുക്ക് ചുരുങ്ങിയ വാക്കിൽ എങ്കിലും വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഒരു ഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് ഇപ്പൊ അതിനെ അടക്കി നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ഇവിടെ നടന്ന ചർച്ച വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ KPCCയുടെ വക്താവായിട്ടുള്ള ഷഫീറും കോന്നിയിൽ നിന്നുള്ള DCC സെക്രട്ടറി ആയിട്ടുള്ള ബാനുവും പറഞ്ഞുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ മത്സരിക്കുന്നത് അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും സ്ഥിതി എന്തായിരിക്കും? രണ്ടു വിഭാഗം ഒരു വിഭാഗം തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ തോൽപ്പിക്കാൻ ശ്രമിക്കും. അതല്ല അടൂർ പ്രകാശിന് പകരം വേറൊരാളാണ് വരുന്നതെങ്കിൽ അതിനും പക കിട്ടുന്നൊരവസ്ഥയുണ്ടാവും. ഇത് തന്നെയാണ് തൃക്കാക്കരയിലും തൃപ്പൂണിത്തുറയിലും എല്ലാം ഉണ്ടാകാൻ പോകുന്നത്. ഈ തർക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊരു വലിയ ഭൂതത്തെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് വിചാരിച്ചാൽ പോലും ഏതെങ്കിലുമൊക്കെ സീറ്റുകളിൽ പരിക്കില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് താങ്കൾ പറഞ്ഞു, ഇവിടെയാണ് നേരത്തെ തന്നെ തീരുമാനിച്ച് ഒരു മാനദണ്ഡം. കളങ്കിതരല്ലാത്ത ആളുകൾ, ചെറുപ്പക്കാർ, ഇത്തവണ 3-4 തവണ മത്സരിച്ച ആളുകൾ മാറി ഏതെങ്കിലും ഒരു കണക്കുണ്ടാക്കുക. ഇപ്പൊ CPI നേരത്തെ ഉണ്ടാക്കിയല്ലോ, 2 തവണ മത്സരിച്ച ആളുകൾ വേണ്ട, 2 തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ വേണ്ട. അതുകൊണ്ട് 2 ഒരു കണക്ക് വെച്ചു. പക്ഷെ അവർ ഇത്തവണ മാറ്റി. അവർ പല ആളുകളെയും പരിഗണിച്ച് അജിത്തിനൊഴികെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മത്സരിക്കാൻ തീരുമാനിച്ചു. അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് ആ പാർട്ടി ഫോറങ്ങളിലാണ് തീരുമാനിക്കുന്നത്. പിന്നീട് ഇത് പുറത്ത് അലക്കലിലേക്ക് പോകുന്നതിന് പകരം KPCCക്കകത്ത് വെച്ച് തന്നെ
ചർച്ച ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. ഇവിടെ ഹൈക്കമാൻഡിന് കുഴപ്പമുണ്ട്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കണ്ടു നോക്കി എന്നിട്ട് നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് അടി നിർത്തു, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും തല്ലിക്കോളൂ പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ നേതാക്കന്മാർ പോയതും തെറ്റാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പോലും കർശനമായ നിലപാടെടുക്കുക. ഇതിന് തന്നെ കാര്യങ്ങളാണ്, ഇന്ന് തന്നെ ആളുകൾ മത്സരിച്ചാൽ മതി. നിങ്ങൾ തമ്മിൽ തല്ലേണ്ടെന്ന് പറയേണ്ട ചങ്കൂറ്റം കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണിക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നിർത്താൻ പറ്റും. ഇനി ഈ അലക്കലുകളൊക്കെ കഴിയുന്നു, ഈ സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞു, അത് കഴിഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരുന്നു, അത് കഴിഞ്ഞ് സോണിയാഗാന്ധി അവസാനമായിട്ട് തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ വഷളാകാവുന്നതിൻ്റെ അങ്ങേയറ്റത്ത് ചാനൽ ചർച്ചകളിൽ പോലും വരുന്നു. നാട്ടിൻ പുറത്ത് ഇതിൻ്റെ 10 മടങ്ങ് അല്ല 100 ഇരട്ടി ഈ ശക്തിയിൽ ഉണ്ടാവുന്നു. ഇതിൻ്റെയൊക്കെ പ്രതികരണം തെരഞ്ഞെടുപ്പില്ലാതിരിക്കും. അടൂർ പ്രകാശ് മത്സരിച്ചാലും ഇല്ലെങ്കിലും, ബാബു മത്സരിച്ചാലും ഇല്ലെങ്കിലും, ഇങ്ങനെ KC ജോസഫ് മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ പ്രശ്നങ്ങളിലേക്ക് രൂക്ഷമായിട്ട് പോകും. അപ്പോൾ ആ രൂക്ഷമായി പോകുന്നതിന് കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അച്ചടക്കമില്ലായ്മയാണ്. ശ്രീ ചെറുകര സണ്ണി ലൂക്കോസ്, ഇപ്പോൾ A. സജീവൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ ഉണ്ടായ കൗതുകമുള്ള ഒരു പ്രസംഗമായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ തമ്മിൽ തല്ല് സംബന്ധിച്ച് വളരെ കൗതുകമുള്ള പ്രസംഗം ഓർമ്മിപ്പിക്കുകയായിരുന്നു. താങ്കൾ മധ്യ കേരളത്തിലെ കാര്യങ്ങൾ അറിയാം. ഈ വിഷയം കോൺഗ്രസിൽ തീരുമാനമാകാതെ അനിശ്ചിതാവസ്ഥയിൽ തുടരുന്ന സ്ഥാനാർത്ഥി പട്ടിക ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് ഘടകകക്ഷികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതല്ല, ഈ പ്രശ്നങ്ങൾ ഇനി പരിഹരിച്ചു വന്നാൽ ഈ മണ്ഡലങ്ങളിലൊക്കെ KPCC നേതാക്കന്മാർ പ്രചാരണത്തിന് പോകുമ്പോൾ സംഭവിക്കാവുന്ന ഗുരുതരമായ സാഹചര്യങ്ങൾ, എങ്ങനെ ഈ നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ വോട്ട് ചോദിക്കുമെന്നുള്ള ഇത്തരത്തിലുള്ള ഇവരുടെ തന്നെ VM സുധീരൻ അടക്കമുള്ളവരുടെ സന്ദേഹം, ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്തായിരിക്കാം ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ UDF ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വെല്ലുവിളി? അല്ല, കോൺഗ്രസ്സിൽ UDFിൽ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഒക്കെ നടക്കുമ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ആ ദിവസങ്ങളിൽ പോലും ഇത് അന്തിമമായി തീരുമാനമാകാത്ത സാഹചര്യമുണ്ട്. ഇവിടെ സംഭവിച്ചത് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് വൈകിപ്പോയി. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ ചർച്ചകൾക്ക് കൂടുതൽ സമയം കിട്ടിയപ്പോൾ കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ എന്ന് കരുതി പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, എല്ലാ തവണത്തേക്കാൾ പ്രശ്നങ്ങൾ കൈവിട്ടുപോയി എന്ന് മാത്രമല്ല, അത് പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ സജീവൻ പറഞ്ഞ പോലെ ഭൂതത്തെ തുറന്നു വിട്ടു കുടത്തിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു കാര്യം, ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം, അത് പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന് പറയുന്നത് പോലെ അതിന് മണികെട്ടാൻ സുധീരൻ തയ്യാറായി. പക്ഷേ അത് ചെയ്യേണ്ട രീതി ഇങ്ങനെ ആയിരുന്നില്ല. അത് നേരത്തെ തന്നെ ഇതിനൊരു മാനദണ്ഡം, ഈ മാനദണ്ഡത്തെക്കുറിച്ച് ഒരു സമവായം KPCC തലത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ സുധീരനറിയാം, സുധീരനോടൊപ്പം ഒരു സമവായം ഉണ്ടാക്കാനോ അതിന് അനുകൂലമായുന്ന ഒരു പൊതു മാനദണ്ഡം ഉണ്ടാക്കാനോ KPCCക്കോ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നാളെയെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുമുണ്ട്. അതിന്റെ സൂചനകൾ അവർ കാണിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമപ്രവർത്തകർ ശ്രീ A. സജീവൻ, ചെറുകര സണ്ണി ലൂക്കോസ്, അഡ്വക്കേറ്റ് BRM ഷഫീർ, പത്തനംതിട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ഭാനുദേവൻ, എല്ലാവർക്കും നന്ദി.